ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐ ഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 7 അറിവിന്റെ ജാലകങ്ങൾ ഭാഗം 2. ചുറ്റുപാടുമുള്ള ലോകവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന വാതിലുകളാണ് ഇന്ദ്രിയങ്ങൾ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നീ 5 ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെയാണ് നാം പുറം ലോകത്തെ കാഴ്ചകളും ശബ്ദവും മണവും രുചിയും സ്പർശവുമെല്ലാം അറിയുന്നത്. അറിവ് നേടാൻ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങൾ എന്ന അർത്ഥത്തിൽ ഇവയെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നും വിളിക്കുന്നു. കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ണിനെക്കുറിച്ചും ചെവിയെക്കുറിച്ചും നാം ചർച്ച ചെയ്തു. അടുത്തതെന്താണെന്ന് നോക്കാം. മണം അറിയാൻ. പഴുത്ത ചക്ക മുറിച്ചാൽ എങ്ങനെയാണ് മറ്റുള്ളവർ അറിയുന്നത്? ഏത് അവയവമാണിതിന് സഹായിക്കുന്നത്? മണമറിയാൻ സഹായിക്കുന്ന അവയവമാണ് മൂക്ക്. മുല്ലപ്പൂവിന്റെ മണവും കറിവേപ്പിലയുടെയും ഏലത്തിന്റെയും വെളിച്ചെണ്ണയുടെ മണവും ചെറുനാരങ്ങയുടെ മണവും കർപ്പൂരത്തിന്റെ മണവുമെല്ലാം നമുക്ക് നമ്മുടെ കണ്ണു കെട്ടിയാലും മണത്തറിയാൻ സാധിക്കും. കേടുവന്ന ചില ഭക്ഷണ സാധനങ്ങൾ മണത്തു നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വീട്ടുപരിസരത്ത് എലി ചത്തുകിടന്നാലോ ആ ദുർഗന്ധവും നമുക്ക് മണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ദുർഗന്ധമാണെങ്കിലും സുഗന്ധമാണെങ്കിലും മണത്തു നോക്കി തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അതിന് നമ്മെ സഹായിക്കുന്ന അവയവമാണ് മൂക്ക്. ചോക്ക്, പേന, പെൻസിൽ എന്നിവ മണത്തു നോക്കി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? മനുഷ്യന് പൊതുവെ ഘ്രാണശക്തി കുറവാണ്. പല ജീവികൾക്കും മനുഷ്യനേക്കാൾ ഘ്രാണശക്തിയുണ്ട്. എന്താണ് ഘ്രാണശക്തി? മണം പിടിക്കാനുള്ള കഴിവാണ്. മനുഷ്യന് പൊതുവെ മണം പിടിക്കാനുള്ള കഴിവ് കുറവാണ്. മനുഷ്യനേക്കാൾ കൂടുതൽ ഘ്രാണശക്തിയുള്ള പല ജീവികളുമുണ്ട്. ആരൊക്കെയാണവർ? ഘ്രാണശക്തിയിലെ വമ്പന്മാർ. സ്രാവുകളാണ് ഘ്രാണശക്തിയുടെ കാര്യത്തിൽ വമ്പന്മാർ. കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും മണത്തറിയാൻ ഇവയ്ക്കു കഴിയും. മണത്തറിയാനുള്ള കഴിവ് ഏറെയുള്ള മറ്റൊരു ജീവിയാണ് നായ. നായകൾ അവ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് കണ്ടിട്ടില്ലേ? തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നായയ്ക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലുള്ളത് കൊണ്ട് കുറ്റാന്വേഷണ രംഗത്ത് ഇവയെ ഉപയോഗിക്കുന്നു. പാമ്പുകൾ എങ്ങനെയാണ് മണം പിടിക്കുന്നത്? പാമ്പുകൾ ഇടയ്ക്കിടെ നാവ് പുറത്തേക്കിടാറുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നാക്കുപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധമറിയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഘ്രാണശക്തിയിലെ വമ്പന്മാർ? കടലിലുള്ള സ്രാവുകൾ, പിന്നെയോ നായ, പാമ്പ്. ഇവയ്ക്ക് ഘ്രാണശക്തി കൂടുതലാണ്. രുചിയുടെ ലോകം. കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണ്? എന്താണ് അതിന് കാരണം? ഭക്ഷണ പദാർത്ഥങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിന്റെ മുഖ്യ കാരണം അതിന്റെ രുചിയാണ്. രുചി നമ്മെ അറിയിക്കുന്ന അവയവം ഏതാണ്? നാക്ക്. രുചി അറിയുന്ന വിധം. ഭക്ഷണം ഉമിനീരിലലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാഡികൾ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നാം രുചി അറിയുന്നത്. എങ്ങനെയാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വായിലുള്ള ഉമിനീരിൽ അലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ആ ഉത്തേജനം
സന്ദേശങ്ങളായി നാഡികൾ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നാം രുചിയറിയുന്നത്. ആഹാരത്തിലെ ഉപ്പ്, പുളി, മധുരം, കയ്പ് എന്നിവ അറിയുന്നത് നാവിലെ രസമുകുളങ്ങളുടെ സഹായത്താലാണ്. വിവിധ രസമുകുളങ്ങൾ നാവിന്റെ ഏതെല്ലാം ഭാഗത്താണെന്ന് തന്നിരിക്കുന്ന ചിത്രം നോക്കി കണ്ടെത്താമോ? മധുരം. മധുരമുള്ള വസ്തുക്കൾ നാവിന്റെ ഏതു ഭാഗം കൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാനാവുക? നാവിന്റെ മുൻഭാഗം കൊണ്ടാണ്. കയ്പുള്ള ഗുളികകൾ നാവിന്റെ ഏതു ഭാഗത്ത് വെച്ച് കഴിക്കുന്നതാണ് നല്ലത്? നോക്കൂ, കയ്പ് എവിടെയാണ്? കയ്പറിയാൻ കഴിയുന്നത് നാവിന്റെ ഏറ്റവും ഉൾഭാഗത്താണ്. മണവും രുചിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ജലദോഷമുള്ളപ്പോൾ ഭക്ഷണത്തിന്റെ രുചി അറിയാത്തത് എന്തുകൊണ്ടാണ്? രുചിയും മണവും തമ്മിൽ ബന്ധമുണ്ട്. ജലദോഷം മൂലം മൂക്കടഞ്ഞിരിക്കുമ്പോൾ മണം അറിയാത്തത് കൊണ്ടാണ് രുചിയും കുറവായി അനുഭവപ്പെടുന്നത്. തൊട്ടറിയാം. ഒരു കുഞ്ഞുറുമ്പ് ശരീരത്തിലൂടെ ഇഴയുന്നത് നാം അറിയാറുണ്ട്. ചൂടുള്ള ചായ കുടിക്കുമ്പോഴും കാലിൽ മുള്ളു കൊള്ളുമ്പോഴുമൊക്കെ നാം അറിയുന്നുണ്ടല്ലോ. ഇതെല്ലാം എങ്ങനെയാണ് സാധ്യമാകുന്നത്? സ്പർശം അറിയുന്നത് ത്വക്ക് മുഖേനയാണ്. ത്വക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നു. സ്പർശനത്തിലൂടെ എന്തെല്ലാമാണ് നാം തിരിച്ചറിയുന്നത്? ചൂട്, തണുപ്പ്, മിനുസം, മാർദ്ദവം, ആകൃതി, വലിപ്പം ഇവയെല്ലാം സ്പർശനത്തിലൂടെയാണ് നാം അറിയുന്നത്. വേദന അറിയുന്നതോ? വേദന അറിയുന്നതും ത്വക്കിലൂടെയാണ്. ഏറ്റവും വലിയ ഇന്ദ്രിയവും ഏറ്റവും വലിയ അവയവവും ത്വക്കാണ്. ത്വക്കിനെ സംരക്ഷിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം? കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കണം. അമിതമായ ചൂട്, തണുപ്പ് എന്നിവയിൽ നിന്ന് ത്വക്കിനെ സംരക്ഷിക്കണം. സ്പർശമറിയാൻ ത്വക്കിന് കഴിവില്ലായിരുന്നെങ്കിലോ? ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളും ക്ഷതങ്ങളും നാം അറിയാതെ പോകും. നാം വസ്തുക്കൾ തൊട്ടു നോക്കുന്നത് വിരലുകൾ ഉപയോഗിച്ചാണ്. എന്താണ് വിരലുകൾ ഉപയോഗിച്ച് തൊട്ടു നോക്കുന്നത്? സ്പർശന ശക്തി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെയല്ല. വിരൽത്തുമ്പുകൾ, കവിൾ, ചുണ്ടുകൾ എന്നീ ഭാഗത്താണ് അധികം സ്പർശനശേഷിയുള്ളത്. സ്പർശഗ്രാഹികൾ ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ കൂടുതലും ചില ഭാഗങ്ങളിൽ കുറവുമാണെന്ന് മനസ്സിലായല്ലോ. വിവിധ അവയവങ്ങൾ നൽകുന്ന അറിവുകൾ നാം മനസ്സിലാക്കി. തന്നിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കുക. ചിത്രത്തിലെ സന്ദർഭം, നേടുന്ന അറിവ്, ഉപയോഗപ്പെടുത്തുന്ന അവയവം. നോക്കൂ, മഴവില്ല് നോക്കി നിൽക്കുന്ന കുട്ടി. നേടുന്ന അറിവെന്താണ്? മഴവില്ലിലെ നിറങ്ങൾ, മഴവില്ലിന്റെ ആകൃതി. ഉപയോഗപ്പെടുത്തുന്ന അവയവം കണ്ണുകൾ. അടുത്തതെന്താണ്? ഭക്ഷണത്തിന്റെ ഗന്ധം ആസ്വദിക്കുന്ന കുട്ടി. നേടുന്ന അറിവെന്താണ്? ഏതു ഭക്ഷണമാണ് പാകം ചെയ്യുന്നത്? അവയവം ഏതാണ്? മൂക്കാണ്. മാങ്ങ കഴിക്കുന്ന കുട്ടി. നേടുന്ന അറിവെന്താണ്? മാങ്ങയുടെ രുചി. അവയവം ഏതാണ്? നാക്ക്. റോഡിലൂടെ നടന്നു പോകുന്ന അന്ധനായ ആൾ നായ കുരയ്ക്കുന്നത് കേൾക്കുന്നു. നേടുന്ന അറിവെന്താണ്? നായയുടെ സാന്നിധ്യം അറിയുന്നു. ഉപയോഗപ്പെടുത്തുന്ന അവയവം ഏതാണ്? ചെവിയാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ, സെൻസ് ഓർഗൻസ്. എല്ലാ ജീവികളും ചുറ്റുപാടുകളിൽ നിന്ന് നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഇതിനായി എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങളുണ്ട്. മനുഷ്യന് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ
5 ഇന്ദ്രിയങ്ങളാണുള്ളത്. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ ശുചിത്വവും സംരക്ഷണവും. ഇന്ദ്രിയങ്ങളുടെ പ്രാധാന്യം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അവ ഓരോന്നിനെയും സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ദ്രിയങ്ങളുടെ സംരക്ഷണത്തിനും ആരോഗ്യത്തിനുമായി ഇനി പറയുന്ന കാര്യങ്ങളിൽ ഏതിനോടെല്ലാം നിങ്ങൾ യോജിക്കുന്നു? യോജിക്കുന്ന പ്രസ്താവനകൾക്ക് ശരി അടയാളം നൽകുക. ദിവസവും കുളിച്ച് ശരീരം വൃത്തിയാക്കണം. ശരിയോ തെറ്റോ? ശരിയാണ്. ത്വക്കിനെ സംരക്ഷിക്കണം. അമിതമായ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ത്വക്കിനെ സംരക്ഷിക്കണം. ശരിയാണ്. ത്വക്കിന്റെ ആരോഗ്യത്തിന് സോപ്പ്, ക്രീമുകൾ, പൗഡർ എന്നിവ ആവശ്യമാണ്. ആണോ? തെറ്റാണ്. ദിവസവും തണുത്ത വെള്ളത്തിൽ കണ്ണുകൾ കഴുകണം. ശരിയാണ്. കണ്ണിൽ പൊടിയോ പ്രാണികളോ വീണാൽ കൈകൊണ്ട് തിരുമരുത്. അതും ശരിയാണ്. ഇരുട്ടുമുറിയിലിരുന്ന് TV കാണരുത്. ശരിയാണ്. ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കൾ ഇടരുത്. ശരിയാണ്. തീവ്രതയുള്ള ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കരുത്. അതും ശരിയാണ്. സ്നെല്ലൻ ചാർട്ട്. എന്താണ് സ്നെല്ലൻ ചാർട്ട്? നമ്മുടെ ശരിയായ കാഴ്ചശക്തിയെ പരിശോധിക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ 7 വരികളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത്. 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. ഏറ്റവും താഴെ വരെയുള്ള എല്ലാ അക്ഷരങ്ങളും വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നേത്രവിദഗ്ധന്റെ സഹായം തേടണം. വിലയിരുത്താം. കണ്ണടച്ചാൽ കാത് തുറക്കും. പഴഞ്ചൊല്ലിന്റെ യുക്തി സമർത്ഥിക്കുക. ഇന്ദ്രിയങ്ങളിൽ കണ്ണു കഴിഞ്ഞാൽ പ്രാധാന്യം ചെവിക്കാണ്. കാഴ്ചശക്തി ഇല്ലെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് ശ്രവണത്തെയാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ല. വിലയേറിയ കണ്ണിനെ എങ്ങനെയെല്ലാം സംരക്ഷിക്കാം? കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമുകയോ ചെയ്യാതെ തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയാം. മങ്ങിയ പ്രകാശത്തിലോ തീവ്രപ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കരുത്. TV കാണുമ്പോൾ നിശ്ചിത അകലം പാലിക്കണം. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടാവണം. രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം. കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ നോക്കണം. കണ്ണിന്റെ ആരോഗ്യത്തിന് വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കണം. ജ്ഞാനേന്ദ്രിയങ്ങൾ അറിവിന്റെ ജാലകങ്ങൾ. സമർത്ഥിക്കുക. ചുറ്റുപാടുമുള്ള ലോകവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന വാതിലുകളാണ് ഇന്ദ്രിയങ്ങൾ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നീ 5 ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെയാണ് നാം പുറം ലോകത്തെ കാഴ്ചകളും ശബ്ദവും മണവും രുചിയും സ്പർശനവുമെല്ലാം അറിയുന്നത്. ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. അറിവു നേടാൻ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങൾ എന്ന അർത്ഥത്തിൽ ഇവയെ ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് വിളിക്കുന്നു. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം.
1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.